ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ദൈവവചന ധ്യാനത്തിനായിട്ടുള്ള ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:48 ഒരു ഭാഗമാണ്. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഇത് കർത്താവ് പറയുന്ന ഒരു വാക്യമാണ്. ജോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരനാണ് മശിഹ. അവനെക്കുറിച്ച് മോശയും പ്രവാചകന്മാരും എഴുതിയിട്ടുണ്ട്. അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായ ചിന്ത നഥനയേൽ പുറത്തു പറയുകയാണ്, നസ്രത്തിൽ നിന്നും വല്ല നന്മയും പ്രതീക്ഷിക്കാമോ എന്ന്. ഇതായിരുന്നു നഥനയേലിൻ്റെ അഭിപ്രായം. കർത്താവ് നഥനയേലിനെ കണ്ടിട്ട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ തന്നെ, അവനിൽ കപടമില്ല എന്ന്. നഥനയേൽ അമ്പരന്ന് പോയി, എന്നെ എവിടെ വെച്ചറിയാം? എന്നെ കണ്ടിട്ടുണ്ടോ മുൻപ് എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. എന്നാൽ കർത്താവ് എന്താ പറയുന്നത്? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന്. കർത്താവ് ആശ്ചര്യമായ ഒരു പക്ഷേ കണ്ടു കാണുമായിരിക്കും, അല്ലെങ്കിൽ ദൈവികമായ കാഴ്ചപ്പാടിൽ അവനെ കണ്ടു കാണും. കാരണം അത്തിയുടെ കീഴിലിരിക്കുക എന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകൾ ധ്യാനിക്കുക, തിരുവെഴുത്തുകളിനെ കുറിച്ച് സംസാരിക്കുക, അതിനു വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെയും കൂടി, അല്ലെങ്കിൽ റബിമാരുണ്ടെങ്കിൽ അവരുടെയും കൂടെ സാന്നിധ്യത്തിൽ അത്തിയുടെ കീഴിലിരുന്ന് ഇസ്രായേൽ മക്കൾ വചനം ധ്യാനിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തിയുടെ കീഴിലിരിക്കുക എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ ധ്യാനിക്കുക എന്നൊരർത്ഥമുണ്ട്. ഇത് യഹൂദന്മാരുടെ ഒരു ഭാഷാ ശൈലിയാണ്. വചനം പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒന്നിച്ചു കൂടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അത്തിയുടെ തണൽ. അതായത് ചൂടിൽ നിന്നും അല്പം സംരക്ഷണവും അവർക്ക് കിട്ടും. നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൈവീകത്വമാണ് നഥനയേൽ കാണുന്നതും മനസ്സിലാക്കുന്നതും. ഉടനെ തന്നെ യേശുവിനെ കുറിച്ചുള്ള തൻ്റെ സാക്ഷ്യം പറയുകയാണ്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ്. ഇത്ര പെട്ടെന്ന് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ നഥനയേലിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരു വലിയ തിരിച്ചറിവാണിത്. നഥനയേലിന് യേശു ആരാണെന്ന് മനസ്സിലാകുകയാണ്. അന്ത്രയോസും പത്രോസും ഫിലിപ്പോസും നഥനയേലും ഒക്കെ തിരുവെഴുത്തുകൾ ധ്യാനിക്കുന്നവരായിരുന്നുവെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്, മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ആ മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവർ അന്യോന്യം ഈ വാർത്തകൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഉത്സാഹത്തോടെ അവരക്ഷമയോടെ മശിഹായെ കാത്തിരുന്ന വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാകും. അവരുടെ മശിഹയായി കർത്താവ് വന്നു എന്നറിഞ്ഞപ്പോൾ കാണുവാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിച്ചു. തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെയാണ് അവർ കാത്തിരുന്നത്. അത്തിയുടെ കീഴിൽ വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ട ദൈവപുത്രനാണ് യേശു എന്ന ഒരു തിരിച്ചറിവാണ് നഥനയേലിനുണ്ടാകുന്നത്. ഇവിടെ ഈ ഏറ്റുപറച്ചിൽ നടത്താൻ നഥനയേലിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? താൻ വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ, മശിഹായെ കാത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അറിഞ്ഞ ഒരു ദൈവമാണ് മുൻപിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇത് ഹാഗാർ പറയുന്നതിന് തുല്യമാണ്. ഉൽപ്പത്തി പുസ്തകം 16:13 എന്താണ്? തന്നോട് സംസാരിച്ച യഹോവയോട് അവൾ എന്നെ കാണുന്ന ദൈവമാണ് അങ്ങ് എന്ന് പേരിട്ടു. അതായത് ദൈവത്തിന് അവൾ ഒരു പേരിടുകയാണ്, എൽ റോയി, എന്നെ കാണുന്ന ദൈവം. അപ്പോൾ ഇവിടെ നഥനയേലും അത് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേലിൻ്റെ രാജാവാണ് നീ ദൈവപുത്രനാണ്. അല്ലെങ്കിൽ ഈ ജ്ഞാനം നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു?
അല്ലെങ്കിൽ എന്നെ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് നഥനയേലിനുണ്ടാകുന്നത്. ഈ തിരിച്ചറിവോടുകൂടെയാണ് നഥനയേൽ പറയുന്നത്, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇങ്ങനെ പറഞ്ഞ വ്യക്തികളിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തിയായിട്ട് നമുക്ക് നഥനയേലിനെ കണക്കാക്കാം. പിന്നീട് തൻ്റെ ശിഷ്യന്മാരൊക്കെയും ഈ പ്രഖ്യാപനം നടത്തി. പിന്നീട് ഒരിക്കൽ പത്രോസ് ഈ പ്രഖ്യാപനം നടത്തി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്തുകളിൽ നാം കാണുന്നത് നഥനയേൽ ഇത് പറയുന്നതായിട്ടാണ്, നീയാണ് ഇസ്രായേലിൻ്റെ രാജാവ്, നീയാണ് ദൈവപുത്രൻ, സാക്ഷാൽ ദൈവപുത്രനാണ് നീ എന്നുള്ള തിരിച്ചറിവ്. ഈ തിരിച്ചറിവാണ് നമുക്കും ആവശ്യമായിട്ടുള്ളത്. നാം ദൈവത്തെ ആരാണെന്നറിഞ്ഞ്, മോശയോട് പറഞ്ഞില്ലേ ഞാനാകുന്നു, അവിടെ ഒരു തിരിച്ചറിവ്, അതൊരു ഐഡൻറ്റിറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട്, ദൈവം ആരാണ്, നമുക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.